ഹായ് എവരിബഡി, വാം വിഷസ് ടു ഓൾ. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദസമ്പത്ത് ശേഖരണം അല്ലെങ്കിൽ വൊക്കാബുലറി കളക്ഷൻ നമുക്ക് ഇന്നും ആരംഭിക്കാം. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് എടുത്ത 10ഓളം വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മളിവിടെ അർത്ഥങ്ങളും അവ കൊണ്ടുള്ള സെന്റൻസസും യൂസേജസും അവയുടെ ആന്റണിംസും സിനോണിംസും നമുക്കിവിടെ ചർച്ച ചെയ്യാം. അപ്പൊ നമ്മുടെ വൊക്കാബുലറി കളക്ഷൻ അല്ലെങ്കിൽ പദസമ്പത്ത് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്സ്, അതിൽ ഞാൻ ആദ്യത്തെ വാക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന് അൺബ്രിഡിൽഡ്. അൺബ്രിഡിൽഡ്, UNBRIDLED. എന്താണ് അൺബ്രിഡിൽഡ്? ബ്രിഡിൽഡ് മീൻസ് നമ്മൾ കടിഞ്ഞാനിടുക എന്നുള്ളതാണ്. കുതിരയ്ക്ക് കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്നതിനാണ് ബ്രിഡിൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അൺബ്രിഡിൽഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത എന്നാണ് അർത്ഥം. അപ്പൊ അൺകൺട്രോൾഡ്, അൺകൺസ്ട്രെയിൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു എക്സാമ്പിൾ സെന്റൻസ് പറയാം. There will be unbridled fury of the public if these policies of the government continues. അതായത് ജനങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത രോഷമുണ്ടാകും സർക്കാർ ഈ ഒരു പദ്ധതി തുടർന്നു പോയാൽ. ഇനി നമുക്ക് ബ്രിഡിൽഡിന് നമുക്ക് അർത്ഥസാമ്യമുള്ള വാക്കുകൾ പറഞ്ഞാലോ. ഒന്ന് ഇൻകോണ്ടിനെന്റ്, രണ്ട് അൺചെക്ഡ്, മൂന്ന് അൺകർബ്ഡ്. ഈ 3 വാക്കുകളാണ് അർത്ഥസാമ്യമുള്ള വാക്കുകൾ. ഇനി വിപരീത അർത്ഥം വരുന്ന വാക്കുകൾ, ആന്റണിംസ് നമുക്ക് പറയാം. ഒന്ന് റിസ്ട്രെയിൻഡ്, രണ്ട് കൺട്രോൾഡ്, മൂന്ന് ബ്രിഡിൽഡ്. ഇനി അടുത്ത വാക്ക് നിങ്ങൾക്ക് ഞാൻ അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്ന വാക്ക് മാന്യൂവർ എന്നാണ്. മാന്യൂവർ എന്നാ വായിക്കുന്നത് MANOEUVRE. മാന്യൂവർ, തന്ത്രം അല്ലെങ്കിൽ സ്ട്രാറ്റജി. ഇപ്പോ a movement or series of moves requiring skill and care, a large scale military exercise of troops, warships and other forces. Now example sentence: but when the FIB or customs officers come calling, there is little room for maneuver. Synonyms നോക്കാം, അല്ലെങ്കിൽ അർത്ഥസാമ്യമുള്ള വാക്കുകൾ നോക്കാം. ട്രെയിനിങ് എക്സസൈസസ്, വാർ ഗെയിംസ്, ഓപ്പറേഷൻസ്. ഇനി വിപരീത അർത്ഥം വരുന്ന വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് ഇൻആക്ടിവിറ്റി, രണ്ട് ഇൻടെമ്പറൻസ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അടുത്ത വാക്ക് അമ്യൂണിഷൻസ് എന്നുള്ളതാണ്. AMMUNITIONS. എന്താണ് അമ്യൂണിഷൻസിന്റെ അർത്ഥം? ആയുധ ശേഖരം. അപ്പോ a supply or quantity of bullets and shells. The soldiers ran out of ammunitions. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? സോൾജേഴ്സിന്റെ കയ്യില് അല്ലെങ്കിൽ പട്ടാളക്കാരുടെ കയ്യില് ആയുധ ശേഖരം തീർന്നു പോയി. The soldiers ran out of ammunitions. ഇനി നമുക്ക് അർത്ഥസാമ്യമുള്ള വാക്കുകൾ നോക്കാം. ഒന്ന് പ്രൊജക്ടൈൽസ്, രണ്ട് സ്ലഗ്സ്, SLUGS, സ്ലഗ്സ്, മൂന്ന് മ്യൂണിഷൻസ്. ഇനി വിപരീത അർത്ഥമുള്ള വാക്കുകൾ പരിശോധിക്കാം. അതിലൊന്ന് അൺബെൽറ്റ്, അൺഫാസ്റ്റൻ, ഇൻസുലേറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് ഇൻഡിജീനസ്. എന്താണ് ഇൻഡിജീനസ്? INDEGENOUS. ഇൻഡിജീനസ്, തദ്ദേശീയമായ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് തന്നെ ഉള്ള, അല്ലാതെ പുറത്തു നിന്ന് വന്നതല്ല എന്നുള്ളതാണ് തദ്ദേശീയമായ. Originating from a particular place, native or a specific region, country or continent. The original people or communities who have lived in a territory since before colonization or the arrival of other groups. About indigenous people, example Native Americans, Aboriginal Australians, etc. Now, for example sentence taram: intensive agriculture has had a devastating effect on indigenous plant species. ഇനി അടുത്തത് നമുക്ക് അർത്ഥസാമ്യം വരുന്ന വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് അബോറിജിനൽ, രണ്ട് നേറ്റീവ്, മൂന്ന് ലോക്കൽ. ഇനി നമുക്ക് വിപരീത അർത്ഥം വരുന്ന ആന്റണിംസ് നോക്കാം. ഫോറിൻ, എക്സോട്ടിക്, ഏലിയൻ. ഇനി now let me introduce you to the next word that we are learning, that is infantry. Infantry എന്ന് വെച്ചാൽ എന്താ? കാലാൾപ്പട. നിങ്ങൾക്കറിയാം, പിന്നെ ആർമി അല്ലെ, കാലാൾപ്പട, അവിടെയാണ് നമ്മൾ ഇൻഫൻട്രി എന്ന് പറയുന്നത്. സോൾജേഴ്സ് മാർച്ചിങ് ഓർ ഫൈറ്റിംഗ് ഓൺ ഫുട്ട്. Foot soldiers collectively are called infantry. We are at present fighting a tough infantry war
ഓഫ് മൊബൈൽ പെട്രോളിംഗ് അഗൈൻസ്റ്റ് ഇൻസർജൻസ്. ഇൻസർജൻസ് എന്ന് വെച്ചാൽ എന്താ? നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ വളരെ ശക്തമായ പെട്രോളിംഗ് നടത്തുന്നു, ഇൻഫൻട്രി അല്ലെ. അപ്പോ ഇനി നമുക്ക് അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം. സിനോണിംസ് നോക്കാം. ഒന്ന് കെവലറി മെൻ, രണ്ട് ഡൗ ബോയ്, മൂന്ന് കവലിയർ. ഈ മൂന്ന് വാക്കാണ് നമുക്ക് അർത്ഥസാമ്യമുള്ള വാക്കുകൾ. അടുത്തത് വിപരീതാർത്ഥമുള്ള വാക്ക് സിവിലിയൻ എന്നുള്ളതാണ്. അപ്പോ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ കുറിച്ചിട്ട്, ആൽഫബറ്റ് വൈസിൽ ലെറ്റേഴ്സ് ഇട്ട പുസ്തകത്തിൽ നിങ്ങൾ ഇത് കുറിച്ചിട്ട് നിങ്ങളുടെ പദസമ്പത്തിന്റെ ഭാഗമാക്കി തീർക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.